ഇപ്പോൾ പലപ്പോഴും പല കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊന്ന് പറയാറുണ്ട്, എൻ്റെ അടുത്ത് ഓരോ ആളുകൾ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു വരും. ഇപ്പം നമുക്കറിയാം, ലോൺ ആപ്പിൻ്റെ തട്ടിപ്പിൽ ഇപ്പോൾ ഈ അടുത്തൊരു പയ്യൻ മരിച്ചു, ഒരു ഡെൻ്റൽ വിദ്യാർത്ഥി മരിച്ചിട്ടുണ്ട് ലോൺ ആപ്പിൻ്റെ. അതിലെന്താ സംഭവിച്ചത്? ആ കുട്ടിയുടെ ലോൺ എടുക്കുന്ന സമയത്ത് എല്ലാ കോണ്ടാക്ട്സും അവരെടുക്കും. നമ്മുടെ ഫോണിൽ നമ്മളൊരു ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ എല്ലാ കോണ്ടാക്ട്സും അവരെടുക്കും. അതിനുശേഷം ലോൺ അടക്കാൻ വൈകിയ സമയത്ത് കുട്ടിയുടെ പ്രിൻസിപ്പാളിന് ഒരു മെസ്സേജ് പോയി. എന്താ പോയത്? ഈ പറഞ്ഞ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി ലോൺ എടുക്കാൻ നേരത്ത് നിങ്ങളുടെ നമ്പറാണ് ഗ്യാരണ്ടി ആയിട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടർ ആയിട്ട് കൊടുത്തിരുന്നത്. മനസ്സിലാവണ്ട? ഞാൻ ലോൺ എടുത്തു, എൻ്റെ കോണ്ടാക്റ്റിൽ താങ്കളുടെ മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു, താങ്കൾ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. അപ്പോൾ ഞാൻ ലോൺ അടവ് മുടങ്ങുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി, താങ്കൾക്ക് മെസ്സേജ് ചെയ്യും, താങ്കളെ വിളിച്ചിട്ട് പറയും ജിയാസ് ലോൺ എടുത്തിരുന്നു, ലോൺ എടുത്തപ്പോൾ ഗ്യാരണ്ടറായിട്ട് ഒരു ഈ പറഞ്ഞ പോലെ വെച്ചിരുന്ന ആൾക്കാർ താങ്കളാണ്, അതുകൊണ്ട് ജിയാസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് 100 കോൾ വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് 200 കോൾ വരും. അപ്പോൾ അത്രയും പ്രഷർ വരുമ്പോൾ എന്നെ വിളിക്കും, നീ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കും. നീ ലോൺ എടുത്തെങ്കിൽ നീ അടക്ക്, എന്നെയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യമാണ് ഈ കൊച്ചിൻ്റെ പ്രിൻസിപ്പാളിന് വന്നത്. വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ലോൺ ആപ്പിൻ്റെ പേരിൽ പ്രിൻസിപ്പാളിന് മെസ്സേജ് പോയപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചു വരുത്തി ശകാരിച്ചു. കൂടാതെ അവിടെ വേറെ ജാതി വിഷയമായിട്ട് ബന്ധപ്പെട്ട അത് പോലീസ് അന്വേഷണത്തിലാണ്. പക്ഷേ ഈ ലോൺ ആപ്പിൻ്റെ ചതിക്കുഴി പലപ്പോഴും നമ്മളൊന്നും മനസ്സിലാക്കണില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മിനിമം പത്രത്തിലൂടെ എങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് കോഴ്സ് പഠിച്ചിട്ടും കാര്യമുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ ഈ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതേവരെ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല, കാശുണ്ടെങ്കിൽ ആർക്കും കോഴ്സ് ജോയിൻ ചെയ്യാലോ, പിന്നെ ഇയാൾ എന്താണ് ഈ പറയണതെന്ന് ചിലപ്പോൾ വിചാരിക്കണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ അടുത്തൊരു പ്രശ്നം പറഞ്ഞിട്ട് വരുന്ന ഒരാൾ, ആ പ്രശ്നം പറഞ്ഞ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോലീസിലോ മറ്റേതെങ്കിലും ഏജൻസിയിലോ പോയിട്ട് ഒരു തരത്തിലും സഹായം കിട്ടാത്ത ആളുകളായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഈ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം? ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. പകരം അല്ലെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ പഠിച്ച കോഴ്സിൽ അതൊന്നുമില്ല, ഞങ്ങൾ സൈബർ സെക്യൂരിറ്റിയിൽ ആളുകളെ സഹായിക്കാനൊന്നല്ല പഠിക്കുന്നത്, ഞങ്ങൾ വേറെ കമ്പനിയുടെ ബേസ് ആയിട്ടുള്ള സാധനങ്ങളാണ് പഠിച്ചത്, അല്ലെങ്കിൽ അക്കൗണ്ട് ഹാക്കായി പോയി കഴിഞ്ഞാൽ റിക്കവർ ആക്കാനല്ല ഞങ്ങൾ പഠിക്കുന്നത്, വേറെ കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് അവരെ മടക്കി വിടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളെ പറ്റിയിട്ട് നമ്മൾക്ക് ഒരു ബോധവൽക്കരണം, ഒരു അവബോധം ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇതാണ് സൈബർ സെക്യൂരിറ്റിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷനാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ വേറെ ആൾക്കാർ വേറെ ഇതിലായിരിക്കും പറഞ്ഞത്. ഞാൻ എൻ്റെ ഈ 10 വർഷത്തെ അനുഭവം വെച്ചിട്ട് ഓരോ ദിവസവും ഒരുപാട് പെൺകുട്ടികളും വീട്ടമ്മമാരുമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫോട്ടോ മോർഫി ചെയ്ത് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ അടക്കം ഫോട്ടോകൾ ഇത്തരം ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഏത് കേസ് വന്നാലും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ നമ്മളുടെ കേരള പോലീസിൻ്റെ ഒരു സൈബർ ഓപ്പറേഷൻസ് ഉണ്ട്, ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓപ്പറേഷൻ പി ഹണ്ട്. ഈ ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ ഉദ്ദേശം ചെറിയ കുട്ടികളുടെ നഗ്ന വീഡിയോകൾ ആരെങ്കിലും കാണുന്നതോ സെർച്ച് ചെയ്യുന്നതോ പ്രചരിപ്പിക്കുന്നതോ അപ്ലോഡ് ചെയ്യുന്നതോ കുറ്റകരമാണ്. അതറിയാലോ, എല്ലാവർക്കും അറിയാമോ അത്? അപ്പോൾ അങ്ങനത്തെ ഉള്ള വീഡിയോകൾ കാണുന്ന ആളുകളെ ഈ സ്പെഷ്യൽ ഡ്രൈവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുന്ന സമയത്ത് പോലീസ് കണ്ട ഞെട്ടിക്കുന്ന ഒരു സംഭവം, നമ്മളുടെയൊക്കെ വീട്ടിലുള്ള ചെറിയ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നഗ്ന ഫോട്ടോകളും വീഡിയോകളുമാണ് ഈ ഡ്രൈവിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. 2017 തൊട്ട് കേരള പോലീസ് ഓരോ വർഷവും ഈ ഒരു ഓപ്പറേഷൻ നടത്താറുണ്ട്. വളരെ രഹസ്യമായിട്ട് നടത്തുന്ന നീക്കമാണ്. ഇതിനകത്ത് പിടിച്ചെടുക്കുന്ന ആളുകൾ പോലീസുകാരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളടക്കം ഈ ഇതുപോലത്തുള്ള കേസുകൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇത് പറയാൻ കാരണം ഇത്തരം ഇമേജുകൾ വീഡിയോകൾ എങ്ങനെയാണ് ഇവരുടെ കയ്യിലേക്ക് പോകുന്നത്. അപ്പോൾ കുട്ടികളെ പലതരത്തിൽ ഭീഷണിപ്പെടുത്താനും അവർക്കറിയാം, ഈ എന്ത് പ്രശ്നം വന്നാലും കുട്ടികൾ വീട്ടിൽ പറയില്ല. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ പ്രത്യേകിച്ചും എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ചോദിക്കും, നീ എന്തിനാണ് ആ ആപ്പ് ഉപയോഗിക്കാൻ പോയത്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ പോയത് എന്തിനാണെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയും വീട്ടിൽ പറയില്ല. ഇതേപോലുള്ള ഏതൊരു പ്രശ്നം വന്നാൽ പോലും നിങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കാൻ പറ്റണം. അത് നിങ്ങൾ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റും.
അതും കൂടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു സ്ത്രീയുടെയോ അതല്ലെങ്കിൽ ചെറിയ കുട്ടിയുടെയോ നഗ്ന ഫോട്ടോകളും വീഡിയോകളും ആരെങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടി അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വിക്ടിം നമ്മൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കാവുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള മടി കൊണ്ട് പലരും പറയാതിരിക്കുന്നുണ്ടാവും, വീട്ടിൽ പറയാനുള്ള മടി കൊണ്ട് പറയാതിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരു സഹായകമായിട്ട് നമുക്ക് ഇന്ത്യയിൽ നാഷണൽ സൈബർ ക്രൈമിൻ്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഒന്ന് പറയാൻ പറ്റുമോ? നാഷണൽ സൈബർ ക്രൈമിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1930. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഏതൊരു സൈബർ തട്ടിപ്പ് നടന്നാലും എത്രയും പെട്ടെന്ന് വിളിക്കേണ്ട ഒരു നമ്പറാണ് 1930. നോട്ട് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് ഭീഷണി മെസ്സേജുകൾ വരാം, തട്ടിപ്പുകൾ വരാം, അതുപോലെ തന്നെ പലതരത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ വരാം. ഒരുപാട് ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസ് ഒരുപാട് എപ്പോഴും വരാറുണ്ട് ആളുകൾക്ക്. ഇങ്ങനെ ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ആ ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംവിധാനവും നമുക്കിവിടെ നിലവിലുണ്ട്. സഞ്ചാർ സാത്തി എന്നാണ് അതിൻ്റെ പേര്. സഞ്ചാർ സാത്തി, അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ പുറകിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് തന്നെ വളരെ നിസാര സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും പരിഹാരം കിട്ടും. സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്. എന്താ സഞ്ചാർ സാത്തി? ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും. അതിൻ്റെ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഇത് സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിനകത്തുള്ളതെന്ന്. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഫീച്ചർ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പേരിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാലോ, നമ്മുടെ പ്രൂഫൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഹോട്ടലുകളിലോ ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പ്രൂഫ് കൊടുക്കും. ഇവിടെ നിന്നൊക്കെ നമ്മുടെ പ്രൂഫുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു ദുരുപയോഗം നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വെബ്സൈറ്റിലുണ്ട്. അതേപോലെ ഏത് ആളായിക്കോട്ടെ, നമ്മൾക്കറിയാതെ ഇപ്പോൾ ഭർത്താവ് വിദേശത്തായിട്ടുള്ള സ്ത്രീകളെ സ്ഥിരമായിട്ട് വിളിച്ച് ശല്യം ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദേഷ്യം തോന്നുന്ന ആളുകളുടെയൊക്കെ നമ്പർ കൊണ്ടുപോയിട്ട് നമ്മുടെ റെയിൽവേ ഇതിലൊക്കെ പോയിട്ട് എഴുതിയിടും, ബാത്റൂമിലൊക്കെ ഫ്രണ്ട്ഷിപ്പിന് വിളിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ കോള് വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ശല്യമായിരിക്കും. ഇതുപോലെ ഏതൊരു ശല്യം SMS-ലൂടെയോ കോളിലൂടെയോ വാട്സപ്പിലൂടെ ഏത് തരം മോഡായിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള പരിഹാരമാണ് സഞ്ചാർ സാത്തി. അതും ക്ലിയർ അല്ലേ? മനസ്സിലാവണ്ട? അപ്പോൾ ഇപ്പം ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ കോഴ്സ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഓരോ മനുഷ്യരും, അതിന് പ്രായവ്യത്യാസമില്ല, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണ്.